ാണ് നമ്മൾ പോകുന്നത്. ന്യൂമറിക്കൽ സൊല്യൂഷൻസ് ഓഫ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്യാനുള്ള കുറച്ച് മെത്തേഡുകളാണ് നമ്മളിവിടെ പറയുന്നത്. അതിൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന മെത്തേഡ് ടൈലേഴ്സ് സീരീസ് മെത്തേഡ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം കൺസിഡർ ചെയ്യുന്നു. സോ കൺസിഡർ ദി ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം defined by y dash is equal to f of xy comma y of x naught equal to y naught. ഇതിനെ നമ്മൾ ടൈലർ സീരീസ് വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യാണ്, അതും എക്സ് നോട്ടിനെ വെച്ചിട്ട്. അപ്പം നമുക്ക് എന്ത് കിട്ടും? ടൈലർ സീരീസ് നമുക്കറിയാം എന്താണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എക്സ് മൈനസ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എക്സ് മൈനസ് എക്സ് നോട്ട് ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എക്സ് മൈനസ് എക്സ് നോട്ട് ഓൾ ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ. ഇങ്ങനെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്ന ആൾ ആരാണ്? വൈ നോട്ട് ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൈ ആണ്. അപ്പോൾ വൈ ഇസ് ഈക്വൽ ടു വൈ നോട്ട് പ്ലസ് എക്സ് മൈനസ് എക്സ് നോട്ടിനെ നമ്മൾ എന്തെടുക്കുക? ഇതൊരു ഇന്റർവെല്ലിനകത്ത് ഇതാണ് നമ്മുടെ എക്സ് നോട്ട് എങ്കിൽ അതിനോട് കൂടിയിട്ട് സം എച്ച് നമ്മൾ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? നമ്മുടെ എക്സ് എന്ന് പറയുന്ന ആളായിട്ട് കിട്ടാനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അതിന് പകരം നമുക്ക് ഇവിടെ എന്ത് ഉപയോഗിക്കാം? എക്സ് മൈനസ് എക്സ് നോട്ട് എന്ന് പറഞ്ഞ ആളൊന്ന് ചെറുതാക്കാൻ വേണ്ടിയിട്ട് എച്ച് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഏകദേശം ഈ എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ വൈ നോട്ട് ആക്കാന്നല്ല നമ്മൾ പറഞ്ഞിട്ടുണ്ടായി. y naught plus h into y naught plus h square by 2 factorial into y naught dash ആണ്. y dash naught plus h cube by 3 factorial. ഇങ്ങനെയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് എഴുതാനുള്ള സൗകര്യത്തിന് നമുക്ക് എന്ത് ചെയ്യാം? മാറ്റി എഴുതാം. ശരിയായില്ലേ? ഇതിനെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ടൈലർ സീരീസ് മെത്തേഡ് എന്ന് പറഞ്ഞ് നമുക്ക് പേര് വിളിക്കാൻ പറ്റാവുന്നത്. അപ്പോൾ ഈ ഫോർമുല അല്ലെങ്കിൽ നമ്മുടെ ആക്ച്വൽ ടൈലേഴ്സ് ഫോർമുല ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ പറഞ്ഞപ്പോൾ ഒന്നും മനസ്സിലായി കാണില്ല. ആ കൂടെ നമുക്ക് മനസ്സിലായ കാര്യം എന്താണ്? ടൈലേഴ്സ് ഫോർമുല എന്താണെന്നുള്ള കാര്യം മാത്രം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. അപ്പോൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി എഴുതുന്നു. പ്രോബ്ലം എഴുതുവാണ്. ഗിവൺ dy by dx equal to 1 plus xy, y equal to 1 when x equal to 0. ഇതാണ് നമ്മുടെ പ്രോബ്ലം നമുക്ക് തന്നിരിക്കുന്നത്. dy by dx equal to 1 plus xy, y equal to 1 when x equal to 0. ഇനി നമുക്ക് ടൈലേഴ്സ് ഫോർമുല ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഇനീഷ്യൽ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? y dash is equal to f of xy, അതുപോലെ y of x naught equal to y naught. അപ്പോൾ നമുക്ക് എന്താണ്? y dash എന്ന് പറഞ്ഞ ആൾ ആരാണ്? dy by dx ആണ്. അപ്പോൾ ഇതിന്റെ ഫോം അപ്പം എന്താണ്?
y dash is equal to 1 plus xy. അപ്പൊ അത് ഇംപ്ലൈ ചെയ്യേണ്ട കാര്യം എന്താണ്? f of xy എന്ന് പറയുന്നത് ഇപ്പൊ ആരാ? 1 plus xy ആണ്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? y of x naught equal to y naught എന്നാണ്. ഇവിടെ x naught എന്ന് പറയുന്ന ആൾ ഇവിടെ ആരാ? 0 ആണ്. അപ്പൊ അതായത് ഇതിന് നമുക്ക് ഇങ്ങനെ എഴുതാം, y of 0 equal to 1. അത് ഇംപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? x naught equal to 0, അതുപോലെ y naught equal to 1. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കിട്ടിപ്പോയത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കണം? ഇതിന്റെ ഫോർമുലകൾ നമുക്ക് അറിയണം, ശരിയല്ലേ? അപ്പൊ നമുക്ക് ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആ ഫോർമുലയും ഇതും കൂടി ക്രോസ് ചെക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് അവൈലബിൾ ആയ കാര്യം നോക്കുക. ഇപ്പൊ y naught നമ്മുടെ കയ്യിലില്ലേ? ഉണ്ട്. പക്ഷെ നമ്മുടെ അടുത്ത് h എന്ന് പറയുന്ന ആൾ നമ്മുടെ കയ്യിലുണ്ടോ? ഇല്ല. കാരണം h കയ്യിലില്ലാത്തതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ക്വസ്റ്റ്യൻ ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യുന്നു ഞാൻ. കമ്പ്യൂട്ട് y of 0.1 correct to 4 decimal places. അപ്പോഴാണ് ചോദ്യം കംപ്ലീറ്റ് ആയത്. അപ്പൊ ഇപ്പൊ തന്നിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ എഴുതി. ഇനി നമ്മളെ സംബന്ധിച്ച് അടുത്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? y naught നമുക്ക് ഇവിടെ കിട്ടിപ്പോയി, x naught നമുക്ക് ഇവിടെ കിട്ടിപ്പോയി. ഇനി നമുക്ക് ഇവിടെ എന്താ ആവശ്യമുള്ളത്? h എന്ന് പറയുന്ന ആളെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ h എന്ന് പറയുന്ന ആളെ കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. h ഈക്വൽ ടു എന്താണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്? x മൈനസ് x naught ആണ്. ഇവിടെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന ആരാണ്? x ഈക്വൽ ടു 0.1 ഉള്ള സമയത്ത് y എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ x ആയിട്ട് ആരിനെ ഫിക്സ് ചെയ്താൽ മതി? 0.1. x naught ആയിട്ട് നമ്മൾ ആരപ്പോ തന്നിട്ടുണ്ട് ഓൾറെഡി? 0. അപ്പൊ നമ്മുടെ h എന്ന് പറയുന്ന ആൾ ആരാ? 0.1 മൈനസ് 0 വിച്ച് ഇസ് ഈക്വൽ ടു 0.1. അപ്പൊ നമുക്ക് h കിട്ടിപ്പോയി. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം അടുത്ത ആവശ്യമുള്ള ആൾ ആരാണ്? h കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് y dash of y naught ആണ്. ഐ മീൻ അപ്പൊ എന്ത് ചെയ്യണം? അതായത് y dash of 0 ആണ് നമുക്ക് ആവശ്യമുള്ളത്. നമ്മുടെ അടുത്ത് നിന്നുള്ള y dash of x എന്താണ്? 1 plus xy അല്ലേ? അപ്പൊ അതിനകത്ത് y dash of എത്ര നമുക്ക് ആവശ്യമുള്ള? 0 ആണ് ആവശ്യമുള്ളത്, അല്ലേ? അപ്പൊ എന്ത് കൊടുക്കണം? x ന്റെ സ്ഥാനത്ത് എന്ത് കൊടുത്താൽ മതി? 0 കൊടുത്താൽ മതി, ശരിയായില്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 1 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിപ്പോയി. ശരിയായോ? അപ്പൊ നമുക്ക് ഇതുവരെയുള്ള ആൾക്കാരെ കിട്ടി. നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? കറക്റ്റ് ടു 4 ഡെസിമൽ പ്ലേസസ് വരെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ അത് നമ്മൾ ചെയ്യുമ്പോൾ 2-3 തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ചില കേസുകളിനകത്ത് ഇതേപോലെ y ഡാഷ്, y ഡബിൾ ഡാഷ്, y ട്രിപ്പിൾ ഡാഷ് ഒക്കെ കണ്ടുപിടിച്ച് നമ്മൾ കണ്ടുപിടിക്കാറുണ്ട്. അപ്പൊ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഇത് എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് 4 ഡെസിമൽ പ്ലേസസിനെ കറക്റ്റ് ആയിട്ട് വന്നതെന്നുള്ള കാര്യം. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ഉപയോഗിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ y is equal to എന്ത് ഉപയോഗിക്കുന്നു? ടൈലർ സീരീസിനകത്ത് ആദ്യത്തെ ടേം മാത്രം എടുക്കുന്നു, y equal to y naught. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? y naught എന്ന് പറഞ്ഞാൽ എത്രയാ? 1. അപ്പൊ ഇതെന്താണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സൊല്യൂഷൻ ആണ്. ഇനി ടൈലർ സീരീസിനകത്ത് രണ്ടാൾക്കാർ ഉപയോഗിക്കുന്നു. അപ്പൊ എന്താ? y naught plus h into y naught dash. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് നോക്കൂ, എന്താ കിട്ടുക? 1 plus 0.1 into 1 എത്ര കിട്ടുക? 1.1. ഇതിനേക്കാൾ ഒരു ബെറ്റർ ആയിട്ടുള്ള ആൻസറിലേക്ക് വന്നു. ഇനി അടുത്ത് എന്ത് ചെയ്യുന്നു? ഞാൻ ടൈലറിലെ അടുത്തൊരു ടേമും കൂടി ആഡ് ചെയ്യുന്നു. y naught plus h into y naught dash plus h square by 2 factorial into y naught double dash. അപ്പൊ അതിനെ നമ്മളിവിടെ എന്ത് കണ്ടുപിടിച്ചിട്ടില്ല? y naught double dash കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് y naught double dash ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പൊ നമ്മുടെ അടുത്ത് y dash ആയിട്ടുള്ളത് എന്താണ്? 1 plus x y ആണ് നമ്മുടെ കയ്യിലുള്ളത്, ശരിയല്ലേ? അപ്പൊ y double dash കണ്ടുപിടിക്കുമ്പോൾ എന്ത് കിട്ടും?
ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? ഡെറിവേറ്റീവ് കാണണം. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 1ന്റെ ഡെറിവേറ്റീവ് 0. ഈ 2 ടേം ആണുള്ളത്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് ഇയാളെ കണ്ടുനോക്കാം. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് വൺ. എക്സിന് വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്ത് നമുക്ക് എന്താ കിട്ടുക? 1 ആണ് കിട്ടുക. അപ്പോൾ y ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്ന ആൾ നമുക്ക് ഇപ്പോൾ എന്താ കിട്ടിയേ? എക്സ് വൈ ഡാഷ് പ്ലസ് വൈ എന്ന് പറഞ്ഞാണ് നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത്? കിട്ടിയിരിക്കുന്നത്. അപ്പോൾ y ഡബിൾ ഡാഷ് ഓഫ് 0 എന്ന് പറയുന്ന ആളപ്പോൾ നമുക്ക് എന്താ കിട്ടുക? കണ്ടുപിടിക്കൂ. അതായത് എക്സിന്റെ വാല്യൂ നമുക്ക് എന്താണ്? 0 ഇൻറ്റു വൈ ഡാഷ് എന്തെങ്കിലും ആവട്ടെ പ്ലസ് y എന്നാണ് നമുക്ക് കിട്ടുക. ഈ y എന്ന് പറയുന്ന ആൾ ബേസിക്കലി എന്താണ്? y ഓഫ് 0 അല്ലേ? x ഈക്വൽ ടു 0 ആവുന്ന സമയത്തല്ലേ നമ്മളല്ലേ വാല്യുവേറ്റ് ചെയ്യണേ? x ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് y എന്താ കിട്ടുന്നത്? y ഓഫ് 0 അല്ലേ? y ഓഫ് 0ന്റെ വാല്യൂ എന്താ? 1 അല്ലേ? അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 1 എന്ന് പറഞ്ഞാണ് ആൻസർ കിട്ടിയത്. അപ്പോൾ ആ ആൻസർ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇട്ട് വെക്കുക. അപ്പോൾ എന്ത് കിട്ടും? y0 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് h y0 ഡാഷ് എന്ന് പറയുമ്പോൾ 0.1 ഇൻറ്റു 1 പ്ലസ് h സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ, അതായത് 0.1 സ്ക്വയർ ബൈ 2 ഇൻറ്റു y0 ഡാഷ് ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1. ഇതിൻ്റെ വാല്യൂ എന്താ കിട്ടുക? കണ്ടുപിടിക്കൂ. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്തു? ഓരോ സ്റ്റെപ്പുകൾ കൂട്ടി കൂട്ടി വന്നപ്പോൾ ലാസ്റ്റ് 2 എണ്ണം കിട്ടിയ ഡിജിറ്റുകൾ നോക്കിയപ്പോൾ 1053 ഇവിടെ 10531 വന്നു. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ എന്തായിട്ട് മാറി? 1.1053. നെക്സ്റ്റ് പ്രോബ്ലം, ഡിറ്റർമിൻ y of 0.1 from the differential equation y double dash minus xy dash minus y equal to 0, y of 0 equal to 1, y dash of 0 equal to 0. മുമ്പിലത്തെ പ്രോബ്ലത്തിന് വ്യത്യാസമായിട്ട് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? സെക്കൻഡ് ഓർഡറിലുള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്യാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യം എന്താണ്? എക്സ് നോട്ട് ഈക്വൽ ടു 0, y നോട്ട് ഈക്വൽ ടു 1, y ഡാഷ് ഓഫ് നോട്ട് ഈക്വൽ ടു 0. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ അടുത്ത് കിട്ടിയിരിക്കുന്നത്. ഇപ്പം നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന എക്സ് എന്ന് പറയുന്നത് എന്താണ്? 0.1 ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ കമ്പൈൻ ചെയ്യുവാണെങ്കിൽ നമ്മുടെ എച്ച് എന്ന് പറയുന്ന ആൾ ഇപ്പോൾ ഇവിടെ എന്താണ്? 0.1 ആണ്. അതുപോലെ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് കിട്ടും? y ഡബിൾ ഡാഷ് ഈക്വൽ ടു എക്സ് വൈ ഡാഷ് പ്ലസ് വൈ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഈ തന്ന പ്രോബ്ലത്തിൻ്റെ അകത്ത് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്നത്. ഇനി നമുക്ക് അറിയാവുന്ന കാര്യം എന്താണ്? ടൈലേഴ്സ് ഫോർമുല ഉപയോഗിച്ചാണ് നമ്മളിത് ചെയ്യേണ്ടത്. അപ്പോൾ ടൈലേഴ്സ് എന്താണ് പറയുന്നത്? y ഈക്വൽ ടു y നോട്ട് പ്ലസ് എച്ച് ഇൻറ്റു y നോട്ട് ഡാഷ് പ്ലസ് എച്ച് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ y നോട്ട് ഡബിൾ ഡാഷ് പ്ലസ് എച്ച് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ y നോട്ട് ട്രിപ്പിൾ ഡാഷ് പ്ലസ് എക്സെട്ര എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഒരു ഇനീഷ്യൽ കണ്ടീഷൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ 2 സ്റ്റെപ്പ് വരെ എന്ത് ചെയ്യാൻ പറ്റും? ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഒരു കാൽക്കുലേഷൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ അതായത് ആദ്യത്തെ സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? y ഈക്വൽ ടു y നോട്ട്. y നോട്ട് എന്താന്ന് തന്നിട്ടുണ്ട്? y ഓഫ് 0 ഈക്വൽ ടു തന്നിരിക്കണേ 1 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു സൊല്യൂഷൻ കിട്ടി. രണ്ടാമത് വീണ്ടും നമ്മൾ ടൈലേഴ്സിൻ്റെ ഫസ്റ്റ് 2 ടേംസ് ഉപയോഗിക്കുന്ന എന്ത് കിട്ടുന്നു? y നോട്ട് പ്ലസ് എച്ച് ഇൻറ്റു y നോട്ട് ഡാഷ് എന്ത് കിട്ടും? y നോട്ട് എന്ന് പറഞ്ഞാൽ 1 ആണ്, h എന്ന് പറയുന്ന ആൾ എന്താണ്? 0.1 ആണ്, y നോട്ട് ഡാഷ് എന്താ തന്നിരിക്കുന്നത്? 0 ആണ്. അപ്പോൾ ആ സൊല്യൂഷനും എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. ഇനി അടുത്ത സൊല്യൂഷനിലേക്ക് നമ്മൾ പോകണമെങ്കിൽ എന്ത് സംഭവിക്കണം? മൂന്നാമത്തെ ആളെ കൂടി നമ്മൾ കൊണ്ടുവരണം. അപ്പോൾ എന്താ സംഭവിക്കുക? y ഈക്വൽ ടു y നോട്ട് പ്ലസ് എച്ച് y നോട്ട് ഡാഷ് പ്ലസ് എച്ച് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ
വൈ നോട്ട് ഡാഷ് വൈ നോട്ട് ഡബിൾ ഡാഷ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ കയ്യിലുള്ളത് എന്താണ്? വൈ നോട്ട് ഡബിൾ ഡാഷ് എന്താണെന്ന് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ അതായത് വൈ നോട്ട് ഡബിൾ ഡാഷ് അല്ലെങ്കിൽ ഓഫ് 0 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ കിട്ടുക? എക്സ് എന്താണ്? എക്സ് നോട്ട് എന്ന് പറയുന്ന ആൾ ആരാണ്? 0 ഇൻറ്റു വൈ ഡാഷ് പ്ലസ് വൈ ഓഫ് 0 എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുക. അത് നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? വൈ ഓഫ് 0 എന്ന് പറയുന്ന ആള് 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1 എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ നമുക്കത് ഇവിടെ ഉപയോഗിച്ച് എന്ത് കിട്ടും? 1 പ്ലസ് 0.1 ഇൻറ്റു 0 പ്ലസ് 0.1 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 1. അതിന്റെ സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാം. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ വൈ ഡബിൾ ഡാഷ് വരെ കിട്ടിക്കഴിഞ്ഞാൽ ഫർദർ ആയിട്ടുള്ള ആൾക്കാർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ എന്താണ് ഇതിങ്ങനെ മുന്നോട്ട് പോവുക, എന്നിട്ട് മിനിമം ഒരു 4 ഡെസിമൽ പ്ലേസസ് വരെയെങ്കിലും കറക്റ്റ് ആവുന്ന രീതിയിൽ എന്ത് ചെയ്യുക? ഇത് കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ അവസാനം പവർ 5 വരെ വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കിട്ടും. സോ നമ്മുടെ സൊല്യൂഷൻ എന്തായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം? 1.0050125. അതായത് 7 ദശാംശ സ്ഥാനത്തിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്.